ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോസ്മോനും മകൾ ജാസ്മിനും തമ്മിൽ തർക്കമുണ്ടായത് വൈകി വീട്ടിൽ എത്തിയതിനെ ചൊല്ലിയാണ്. ഹാളിൽ വെച്ച് ഭാര്യയുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ ജാസ്മിന്റെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ ജാസ്മിനെ മുറിയിൽ കയറ്റി കഥകടച്ചു. തുടർന്ന് കഴുത്തിൽ തോർത്ത് കുരുക്കി മരണം സ്ഥിരീകരിച്ചു. ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം കിടപ്പ് മുറിയിലെ കട്ടിലിൽ കിടത്തി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ജോസ്മോൻ ഇക്കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. 24 ബ്രേക്കിംഗ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇത് അതിക്രൂരമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, സ്മിത, കഴിഞ്ഞ കുറെ നാളുകളായി ജാസ്മിൻ വീട്ടിൽ വൈകി എത്തുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പം രാത്രി യാത്രകളും കൂടുതലായിരുന്നു. ഇതാണ് ഈ കുട്ടിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രേരണയിലേക്ക് മാതാപിതാക്കളെ എത്തിച്ചത്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം മരണം ഉണ്ടാകുന്ന അന്ന്, ഈ ജാസ്മിന്റെ അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയും ചേരുന്ന ഒരു കുടുംബമാണ്, ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഈ 4 പേർ ചേർന്നാണ് ഈ കാര്യങ്ങൾ ജാസ്മിനോട് ചോദിക്കുന്നത്. അങ്ങനെ ഈ ചോദ്യത്തിൽ ജാസ്മിൻ പ്രകോപിതയായി. പിന്നീട് ഈ കുടുംബവുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ അച്ഛന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ജാസ്മിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പോയത്. ജാസ്മിന്റെ കഴുത്തിൽ 2 കൈകൊണ്ടും ഞെരിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് വെക്കുകയായിരുന്നു. ഏറെ നേരം അത് അങ്ങനെ ഹോൾഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ജാസ്മിൻ അബോധാവസ്ഥയിലേക്ക് പോകുന്നത്. അബോധാവസ്ഥയിലായി എന്ന കണ്ടതോടെ ജാസ്മിനെ സ്വന്തം മുറിയിലേക്ക് പിതാവ് തന്നെ മാറ്റി. അതിനുശേഷം കുടുംബത്തിലുണ്ടായിരുന്ന മറ്റാളുകളോട് അവിടെ നിന്ന് മാറിപ്പോകാനും ആവശ്യപ്പെട്ടു. പിന്നീടാണ് ഈ റൂമിലെത്തിയ ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന തോർത്ത് കഴുത്തിൽ കുരുക്കി ഈ ജാസ്മിന്റെ മരണം ഉറപ്പിക്കുന്നത്. അതോടുകൂടി ബോഡി കട്ടിലിൽ കിടത്തിയ ശേഷം പിതാവ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ സംഭവം ആരോടും പറയുകയും ചെയ്തിട്ടില്ല. രാവിലെയാണ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിൽ അടുത്തുള്ള ആളുകളെ വിളിച്ച് മകൾ അബോധാവസ്ഥയിൽ കിടക്കുന്നു, ആശുപത്രിയിൽ പോകണമെന്ന് പറയുകയും അവിടെ നിന്ന് മെമ്പർ അടക്കമുള്ള നാട്ടുകാരെത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും പിന്നീട് ആശുപത്രിയിൽ നിന്നും തോന്നി സംശയത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും തെരച്ചിലിലും ചോദ്യം ചെയ്യലുമാണ് ഈ കേസിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാകുന്നതും ജോസ്മോൻ കുറ്റം സമ്മതിക്കുന്നതും. ജോസ്മോന്റെ അറസ്റ്റ് ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.